അപ്പോൾ അങ്ങനെ പറഞ്ഞ് തിരിച്ചു പോകാനുള്ള സമയമായി. എനിക്ക് കണ്ണൂരിലെ അധികം വീഡിയോസൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. എന്നിരുന്നാലും ശരി, നമ്മൾ കൊച്ചിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ലീവിന് കണ്ണൂർ കാണാൻ പോകുന്ന വഴിക്ക് നമ്മൾ പയ്യന്നൂർ മെറ്റൽസിൽ ഒന്ന് കയറി കേട്ടോ, പൊതുവാൾ ആൻഡ് സൺസിൻ്റെ. എന്തെന്നറിയോ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ പേജ് ഫോളോ ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ചെറുതായിട്ടുള്ള മിനിയേച്ചറായിട്ടുള്ള, അതേപോലെ ഭയങ്കര ഡിഫൈൻഡ് ആയിട്ടുള്ള നമ്മുടെ ഐഡൽസൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളും പല പല സാധനങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ആഗ്രഹിച്ച് ഞാൻ കയറിയതാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് പെർ പീസ് 200 റുപ്പീസ് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് വിചാരിച്ചു കുറച്ചധികം മേടിക്കാമല്ലോ, കുഞ്ഞി നമ്മുടെ ഓട്ടിൻ്റെ ഇത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ നിന്നെല്ലാം ഒരു ചെറിയ ഒരു ഇഞ്ചിനൊക്കെ 1000 രൂപ 1500 രൂപയൊക്കെയാണ്. അപ്പോൾ അതെനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ മാന്നാത്ത് പോയപ്പോൾ കണ്ടതാണല്ലേ എത്രയാണ് ഒറിജിനലായിട്ടുള്ള ഓട്ടിൻ്റെ സാധനങ്ങൾക്കൊക്കെ ഉള്ള വില എന്ന്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് മേടിക്കേണ്ട കാര്യമില്ലല്ലോ, ഇനി നമുക്ക് നാട്ടിൽ പോകുമ്പോൾ നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് അടയും വടയും ഒക്കെ മേടിച്ച് വണ്ടിയിൽ കയറി അതൊക്കെ കഴിച്ച് നേരെ, കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ശമ്പൂട്ടിനൊരു നല്ല ഉറക്കം കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പോയി ശമ്പൂട്ടിന് കിടക്കാനുള്ള എല്ലാ സെറ്റപ്പും കാറിലാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ചെന്ന് കുറേ അങ്ങ് എത്തിയപ്പം ഇനി ഒരു 4 മണിക്കൂറേ ഉള്ളൂ കൊച്ചിയിൽ എത്താനായപ്പോഴത്തേക്ക് നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ലഞ്ച് ഒരു വെജിറ്റേറിയൻ അല്ല, നോർമൽ സദ്യ പോലത്തെ അങ്ങനത്തെ ഊണായിരുന്നു കിട്ടിയത്. അതിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈ മേടിച്ചു. ശമ്പൂട്ടിന് സെപ്പറേറ്റ് മേടിച്ചു, പക്ഷേ അവൻ കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് വേസ്റ്റ് ആക്കണമായിട്ട് ഒരു ചെറിയ പ്ലേറ്റിനകത്ത് നമ്മൾ ഷെയർ ചെയ്യുക ചെയ്തത്. അതിനുശേഷം ഭയങ്കര എരിവായിട്ട് എൻ്റെ നാവെല്ലാം പൊട്ടിയിരിക്കുന്ന ഒരവസ്ഥയായതുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് ഞാനൊന്ന് സെറ്റായി. അതിനുശേഷം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം പ്രജി എന്നെ പഠിപ്പിച്ച് തരാണ്, കൂളിംഗ് ഗ്ലാസ് വെച്ച് ഓടിച്ചാലും കൂളിംഗ് ഗ്ലാസ് വെക്കാണ്ട് വണ്ടി ഓടിക്കുമ്പോഴും നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ. അപ്പോൾ എനിക്ക് കംഫർട്ടല്ല കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് വണ്ടി ഓടിക്കാനായിട്ട്. പക്ഷേ പ്രജി അത് പറയുകയാണ്, നമ്മൾ മസ്റ്റായിട്ടും അത് ചെയ്യണം, നമുക്ക് കൂളിംഗ് ഗ്ലാസ് തന്നെ വെച്ചിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ, അതാണൊരു പ്രോപ്പർ വേ, നമുക്ക് നല്ല കാര്യം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നേ. അപ്പോൾ ശമ്പൂട്ടൻ നമ്മൾ ബെഡ് ഉൾപ്പെടെ എല്ലാം റെഡിയാക്കിയിട്ടാണ് കേട്ടോ കിടത്തിയിരിക്കുന്നത്. പക്ഷേ അവൻ ബാഗിൻ്റെ മുകളിൽ കാലെടുത്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും അവൻ സുഖമായിട്ട് ഉറങ്ങുകയാണ്. കാരണം ഉറങ്ങിയാൽ തന്നെ പകുതി ഛർദിലിൻ്റെ പ്രശ്നമൊക്കെ കുറഞ്ഞിരിക്കും. നന്നായിട്ട് വെയിലൊക്കെ അടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് വീണ്ടും തിരിച്ച് കിടത്തിയായിരുന്നു കേട്ടോ. എണീക്കുമ്പോൾ എന്തെങ്കിലും ചിപ്സും കാര്യങ്ങളും കൊടുക്കും, അങ്ങനെ കഴിക്കും, കിടക്കും. കാരണം അങ്ങനെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒന്നും അവൻ കഴിച്ചിട്ടില്ല. ഒരു വടയുടെ ഒരു പോർഷനൊക്കെ കഴിച്ചുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ തന്നെ കഴിച്ചത്. നമുക്ക് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിശപ്പാണ്, എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും. കാരണം ഭയങ്കര ബോറിംഗ് അല്ലേ. ഹൈവേ വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ചായക്കടകളൊന്നുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇറങ്ങി പോകാനാണ് ഇഷ്ടം, ഒറ്റ സ്ട്രെച്ചിന് അങ്ങനെ പോകാനൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഈ ഒരു കട കണ്ടത്. ഈ കടയുടെ പേര് കണ്ടിട്ടാണ് ഞങ്ങൾ നിർത്തിയത്. പിന്നെ ഒരു ഒരു ഡയറി മിൽക്കിൻ്റെ ഒരു തീം ലുക്ക് ഉണ്ടല്ലോ അതിന്. അപ്പം ഈ കടയുടെ പേര് ഷായ് എന്നാണ് കേട്ടോ, ചായ അല്ല ഷായ്. അപ്പോൾ ഷായ് സ്റ്റോറീസ്, അപ്പോൾ അതാണ് കടയുടെ പേരിൽ. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ നല്ല ചായ, നല്ല വട, നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അവിടുത്തെ ചായ. പക്ഷേ ഞാൻ കോഫിക്ക് വേണ്ടിയിട്ടാണ് നിർത്തിയെങ്കിലും അവിടെ കോഫി ഇല്ല, ഉള്ളി ചായ, പിന്നെ ചിക്കൻ്റെ സമൂസ, ഉള്ളിവട, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ നിർത്തിയിട്ട് വിശാലമായിട്ട് അങ്ങ് ചായ കുടിക്കാമെന്ന് കരുതി. പുള്ളിയുടെ സൂപ്പറാണല്ലോ. എക്സ്ട്രാ മേടിക്കണം. നല്ല സ്പൈസ് ഉണ്ട്, എനിക്ക് പറ്റുന്നത് അതുകൊണ്ട് ഞാൻ കഴിച്ചത്. ഇവിടെ ഒരു ഹൈവേ ഉണ്ട്, കുറുകുറ്റി, അങ്കമാലി, അവിടുത്തെ പിന്നെ ആലുവയിലെത്തും നമ്മുടെ മറ്റേ റെയിൽവേ സ്റ്റേഷൻ. ഒറ്റ ആലുവ കേട്ടോ. പഠിക്കട്ടെ എന്നാലും
പ്രജി അപ്പോഴത്തേക്ക് നമ്മുടെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി റൂട്ടൊക്കെ സെറ്റ് ചെയ്യാണ്. ഞാൻ പക്ഷേ കണ്ടോ ഈ ചായ കുടിക്കില്ല, ഇങ്ങനെ വെച്ചിരിക്കും. എനിക്ക് ചൂട് ചായ കുടിക്കാനേ പറ്റില്ല. പ്രജിയാണെങ്കിൽ ആ സമയത്ത് ഒരു 5 ചായ കുടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് ചായ മേടിച്ച് തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ പറശ്ശിനിയിൽ അമ്പലത്തിലൊക്കെ പോയാൽ ഞാൻ ചായ കുടിക്കില്ല. അവിടെ നമ്മൾ വേഗം കുടിച്ച് വേഗം ഇറങ്ങണമല്ലോ. ഞാനും കണ്ടോ സോൺ ഔട്ടായിട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ചായയൊക്കെ കുടിച്ച് എല്ലാം കൊടുത്ത് അവരോട് നല്ല ചായ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പം അമ്പലത്തിൽ ഇതാ ഉത്സവത്തിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഉത്സവകാലം തന്നെയല്ലേ ഇപ്പം നടക്കുന്നത്. അപ്പം എനിക്കതാണ് ഈ ഒരു മാസങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഡിസംബർ തൊട്ട് ഇങ്ങോട്ടുള്ള സമയം മൊത്തം ഇഷ്ടമാണ്. അങ്ങനെ ഓടി രാത്രിയായി. നമ്മൾ ഏകദേശം ഒരു 8-9 മണിയോടുകൂടിയാണ് കൊച്ചിയിലെത്തിയത്. കൊച്ചിയിലെത്തി നമ്മൾ നേരെ ഹബീബിയിൽ കയറിയിട്ട് അവിടുന്ന് ഡിന്നർ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം വീട്ടിലിനി ഒരു സാധനങ്ങളില്ല. കാരണം കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മൾ വീട്ടിലില്ലാത്തതുകൊണ്ട് നാളെ പോയി സാധനങ്ങളെല്ലാം മേടിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ നേരെ പോയിട്ട് ഡിന്നർ കഴിക്കാമെന്ന് കരുതി. അപ്പം ശമ്പൂട്ടൻ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒന്നും മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല. ചിപ്സ് പൊട്ടിച്ചു കഴിച്ചിട്ടില്ല, എന്തെങ്കിലും കഴിച്ചോടുന്നത് ലേസൊക്കെ മേടിച്ചു, ഒന്നും കഴിച്ചിട്ടില്ല. ചോറും കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല എന്ന് കരുതി ഷതിലിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ വഴി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരുതി എന്തായാലും ഇനി ഇവിടുന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ വീട്ടിലോട്ട്. അപ്പോൾ നമ്മൾ നേരെ കയറി ഡിന്നർ കഴിക്കാമെന്ന് കരുതി. ആദ്യം തന്നെ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഒരു മിൻറ്റ് ലൈമും സാധാരണ ഒരു ലൈമും പറഞ്ഞു. ശമ്പൂട്ടൻ ഞങ്ങളുടെ 2 പേരുടെയും ടേസ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നോർമൽ ലൈമും പ്രജി മിൻറ്റ് ലൈമുമാണ് പറഞ്ഞതെങ്കിലും ഞാൻ മിൻറ്റ് ലൈമാണ് കുടിച്ചത്. അതിനുശേഷം നേരെ ഇവിടെ വന്നു കഴിയുമ്പം നമ്മൾ പൊറോട്ടയും അല്ലെങ്കിൽ അൽഫാമോ അല്ലെങ്കിൽ ഷവായോ അതൊക്കെയാണ് പറയുക. അപ്പോൾ അതൊക്കെ മേടിച്ചു, സമാധാനമായിട്ടിരുന്ന് കഴിച്ചു. ഇനിയാണ് നമുക്കൊന്ന് സമാധാനമായിട്ട് കൊച്ചിൻ ലൈഫിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. കാരണം ആൻഡമാനിൽ നിന്ന് വന്നു, അപ്പോൾ തന്നെ നമ്മൾ ലീവ് പോകണം എന്നുള്ളതായി, ശബുവിൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളായി, പിന്നെ നാട്ടിൽ നിന്ന് എല്ലാവരും വീട്ടിലേക്ക് വരുന്നതായി, വീട് ഷിഫ്റ്റിംഗ് ആയി, അങ്ങനത്തെ പല കാര്യങ്ങളായിട്ട് ഭയങ്കര അങ്ങ് എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നാട്ടിൽ പോയി എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര ഒരു എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു. ഇനിയും ഈ ലീവും കൂടെ കഴിഞ്ഞിട്ട് വേണം നാട്ടിൽ ചെന്നിട്ട് നമുക്ക് നമ്മുടെ ലൈഫായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പ്രജി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആലോചിച്ചപ്പോൾ സത്യമാണ്. ഇപ്പോൾ വെക്കേഷൻ സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ ശമ്പൂട്ടിൻ്റെ ക്ലാസ് കട്ട് ചെയ്തിട്ടാണല്ലോ പോയിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇനി ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങണം, ബുക്കൊക്കെ പൊടിതട്ടി എടുക്കണം, പിന്നെ വീടൊന്ന് സെറ്റാക്കണം. അതേപോലെ നമുക്ക് നമ്മുടെ ഹെൽത്ത് വൈസ് നല്ലതായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ലീവ് ആൻഡമാനിൽ നിന്ന് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടത്തെ കഴിക്കാൻ വേണ്ടി ബാക്കി വെച്ചിരുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം കഴിച്ച് സെറ്റായി അങ്ങനെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.